ഹായ് ഫ്രണ്ട്സ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യവിഭവങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് രാജ്യമാണെന്നറിയാമോ? നമുക്ക് നോക്കാം വീഡിയോയുടെ ആദ്യ ഭാഗത്ത്. തുടർന്ന് ചില വാക്കുകളുടെ ഇംഗ്ലീഷ് പദങ്ങൾ. വലിയ ജനസംഖ്യയും ശക്തമായ സീ ഫുഡ് സംസ്കാരവും കാരണം മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ മത്സ്യം ഉപയോഗിക്കുന്നത് ഈ രാജ്യത്താണ്. മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ജപ്പാൻ, ഇന്തോനേഷ്യ, ഇന്ത്യ, വിയറ്റ്നാം. ഈ രാജ്യങ്ങൾക്ക് നീണ്ട തീരപ്രദേശങ്ങളും ശക്തമായ മത്സ്യബന്ധന പാരമ്പര്യവുമുണ്ട്. ഈ പ്രദേശങ്ങളിലെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ മത്സ്യം ഒരു പ്രധാന ഘടകമാണ്. പതിവായി മത്സ്യം കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നു. ആഴ്ചയിൽ പലതവണ ഭക്ഷണത്തിൽ മത്സ്യം ഉൾപ്പെടുത്താൻ പല ആരോഗ്യ വിദഗ്ധരും ശുപാർശ ചെയ്യുന്നു. അതിൻ്റെ പോഷകമൂല്യം കാരണം ലോകമെമ്പാടുമുള്ള ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണത്തിലൊന്നായി മത്സ്യത്തെ കണക്കാക്കുന്നു. ഇനിയും ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. ഞാറപ്പക്ഷി, ഐബിസ് അല്ലെങ്കിൽ പെലിക്കൻ. തത്ത, പാരറ്റ്. താറാവ്, ഡക്ക്. പൂവൻ താറാവ്, ഡ്രേക്ക്. താറാവിൻ കുഞ്ഞുങ്ങൾ ഡക്ലിങ്സ്. പെൺ താറാവിന് ഹെൻ എന്നുപയോഗിക്കാം. താറാവിനെ പോലെ പനറ്റുക, ഗാഗിൾ. തിമിംഗലം, വെയിൽ, WHAL. പെൺ തിമിംഗലം, കൗ, COW. തിമിംഗലപ്പറ്റം, പോഡ് ഓഫ് വെയിൽസ്, POD. പോഡ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ മാമൽസ്. സസ്തനികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു വാക്കാണ് പോഡ്. ഉദാഹരണത്തിന് വെയിൽസ് ആൻഡ് ഡോൾഫിൻസ്. തിത്തിരിപ്പക്ഷി, പാട്രിഡ്ജ്. തുത്തുകുലുക്കിപ്പക്ഷി, വാഗ് ടെയിൽ. തുമ്പിവർഗം, ഒഡോണേറ്റ്. പ്രധാനമായും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ രണ്ട് തരം തുമ്പികളെ കാണുന്നുണ്ട്: ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ഡാംസൽ ഫ്ലൈ. ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. തൂക്കനാംകുരുവി, ബെയാ വീവർ. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.